ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അപ്പൊ നമ്മുടെ അലീന പോകാനുള്ള തീരുമാനത്തിലാണല്ലോ. ഇന്നലത്തെ വിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്നലെ ഞാൻ അപ്കമിങ് വിശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. അപ്പൊ അതില് നമ്മുടെ അലീന പോകാൻ തീരുമാനം എടുക്കുകയാണ്. അലീനയെ തടസ്സപ്പെടുത്തി എല്ലാവരും നിൽപ്പുണ്ട്, പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അലീന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. എനിക്ക് പോകണം, പോയേ പറ്റൂ. എവിടെയെങ്കിലും ജോലി ഒന്നെങ്കിൽ അച്ഛൻ സെറ്റാക്കി തരണം, ഇല്ലെങ്കിൽ ഞാൻ എറണാകുളത്തിന് പോവുകയാണല്ലോ. അപ്പൊ എറണാകുളത്തിന് പോകുമ്പം അവിടെ ജോലി സെറ്റാക്കാന്ന്. എറണാകുളത്തിന് പോകുക എന്ന് പറഞ്ഞത് നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണം. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. കൂട്ടിന് നമ്മുടെ രോഹിത്തിനെയും കൊണ്ടുപോകുന്നുണ്ട്. രോഹിത്ത് മാത്രമല്ല, കൃഷ്ണമോളും പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരാഴ്ച അവിടെ പോയി അടിച്ചു പൊളിക്കാനൊക്കെയാണ് ഇവർ തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബബിതയാണെങ്കിൽ ഭയങ്കര സ്നേഹാട്ടോ അലീനയോട്. പക്ഷെ അലീനെ ചേച്ചിന്ന് വിളിക്കാനോ അങ്ങനെയൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. പുള്ളിക്കാരുടെ അഭിമാനോ എന്തോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താന് ചമ്മി പോവോ എന്നൊക്കെ ഓർത്തിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര സ്നേഹവുമാണ് അലീനയോട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലീന ചേച്ചി എന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ചിലായി പോകുമോ എന്നൊക്കെ ഓർത്തിട്ട്. ഒരു പ്രത്യേക ക്യാരക്ടറാണല്ലോ ബബിതയുടെ. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട്, എന്തിനാ ബബിത ചേച്ചി ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നത്? അലീന ചേച്ചി എന്ന് വിളിച്ചെന്നോർത്ത് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം, ഓ പിന്നെ ചേച്ചി കൂച്ചി, എനിക്ക് ചേച്ചി എന്നൊന്നും വിളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ ചേച്ചി എന്നൊന്നും വിളിക്കത്തൊന്നുമില്ല എന്ന് പറയപ്പം, അലീന ചേച്ചിയുടെ മനസ്സ് നിറയെ സ്നേഹമൊക്കെ ഉണ്ട്. എന്നിട്ട് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ച് നടക്കുന്നത് എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? അങ്ങ് തുറന്ന് മനസ്സങ്ങ് കാണിക്കുന്നേ. അലീന ചേച്ചി കണ്ടില്ലേ, എല്ലാവരുടെയും എടുത്ത് ചിരിച്ച് കളിച്ച് എല്ലാവരോടും നല്ല രീതിയിലൊക്കെ സംസാരിക്കില്ലേന്ന്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അലീന കടന്നു വരികയാണെ. അപ്പൊ അലീന കടന്നു വന്നിട്ട് എന്താ അനിയത്തിയും ചേട്ടത്തിയും കൂടി ഒരു സംസാരം? അലീന എന്നൊക്കെ ഇടയ്ക്ക് കേൾക്കണുണ്ടല്ലോ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. എന്താ കൃഷ്ണമോളെ, എന്താ ബബിത എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, ഓ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നോട് പറയേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യവും തന്നോട് പറഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ട് ചെയ്യുമൊന്നും വേണ്ട. എന്തിനാ മോളെ ഇത്രയ്ക്ക് ഗൗരവം? എന്തിനാ ഇത്രയും മസിൽ പിടിച്ച് നടക്കുന്നത്? അതെ, കുറച്ച് അയഞ്ഞ് ലൂസായിട്ട് നടക്കാൻ നോക്ക്. ഇത്രയും മസിലൊന്നും വേണ്ട കേട്ടോ. ബബിതയുടെ മുഖത്തിന് ഇത് ചേരത്തില്ല. നിന്റെ മുഖം കണ്ടറിയാം നീ ഒരു പാവാണെന്ന്. അപ്പൊ പിന്നെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നടന്നാലോ? ദേ, എന്നെ കളിയാക്കരുത് കേട്ടോ. എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കളിയാക്കിയതൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞതല്ലേ. അല്ലേ കൃഷ്ണമോളെ? ആ അതെ 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 അതെ, അലീന ചേച്ചി പറഞ്ഞ സത്യ. ദേ, ഈ മസിൽ പിടിച്ച് നടക്കുന്ന ബബിത ചേച്ചിനെ കാണാനേ കൊള്ളത്തില്ല. പിന്നെ ഫോൺ എടുത്ത് പണ്ട് മുടിയന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരു പ്രണയം, ഒരു കിന്നാരം, ഒരു പഞ്ചാര. ഇതൊക്കെ കേട്ടപ്പോ, ദേ കൃഷ്ണമോളെ, നീ കൂടുന്നുണ്ടേ. നിന്നെ ഞാൻ കൃഷ്ണമോളെ എന്നാ വിളിക്കുന്നത്. ദേ, ഇനി എന്നെ എടി വാടി പൊടിയെന്നൊന്ന് വിളിപ്പിക്കല്ലേ. ഓ, എടി വാടി പൊടി എന്നൊക്കെ ഒരുപാട് എന്നെ വിളിക്കുമായിരുന്നല്ലോ. പിന്നെ ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളിയിട്ട് കാര്യമുണ്ടോ? ഏതായാലും ഈ മസിലൊക്കെ വിട്ടിട്ട് സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറാൻ നോക്ക്. എന്തിനാ വെറുതെ അമ്മ മസിൽ കയറ്റി പിടിച്ച് നടക്കുന്ന പോലെ മസിൽ കയറ്റി പിടിച്ച് നടക്കുന്നത്? അമ്മേനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അമ്മയുടെ ആങ്ങളമാർക്ക് പോലും അമ്മേനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പിന്നെ ബബിത ചേച്ചിനെ എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിലേ നമ്മുടെ അച്ഛൻ ചിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് നടക്കണം. എല്ലാവരെ കാണുമ്പോ ഒന്ന് ചിരിക്കണം. അതല്ലേ വേണ്ടത്. ഓ പിന്നെ എല്ലാരെ കാണാൻ ചിരിക്കാനേ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോയേ. ബബിത പോയപ്പോഴത്തേക്കും അലീന പറഞ്ഞു, വെറുതെ അടി, പഞ്ച പാവ അവളെ. മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സ്നേഹമുള്ളവളാ. പുറത്ത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആത്മാഭിമാനം അവളെ അത് പുറത്ത് കാണിക്കാൻ സമ്മതിക്കാത്തതാ. സാരമില്ലെന്നേ, നമ്മുടെ ബബിതയല്ലേ, ഒന്ന് ക്ഷമിച്ചേരെ. ക്ഷമിക്കുകയൊക്കെ ചെയ്യാം. അല്ല അലീന ചേച്ചി പോകുന്ന കാര്യം എന്തായി? പോകാൻ തന്നെ തീരുമാനിച്ചോ? പോകുക മോളെ, പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നിന്റെ അമ്മ ഇവിടെ വരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം. അപ്പൊ ഇതിനകം നമ്മുടെ വൈജയെ തറവാട്ടിൽ നിന്നല്ല, സോറി, നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നേ. ഇനിയിപ്പം അലീന പോകാതെ അവിടെ കയറില്ല എന്ന് തന്നെ പിടിവാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വൈജ ഇപ്പം ആങ്ങളമാർക്ക് ഒരു ബാധ്യതയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ അലീന പോകണം. അപ്പൊ അതുകൊണ്ടാണ് അലീന തന്നെ സ്വയമേ ഒരു തീരുമാനം എടുത്ത് പോകാന്നൊക്കെ വെച്ച് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ബബിത എന്തോ ഒരു വലിയ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ബബിത നമ്മുടെ
ആര്യ ബാലചന്ദ്രന്റെ ഫോൺ വിളിക്കുകയാണ്. ബാലചന്ദ്രന്റെ ഫോൺ വിളിച്ചിട്ട് അച്ഛാ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, എനിക്ക് ഷോപ്പിങ്ങിന് പോകണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഏയ് എന്തിന്, എന്താ ഷോപ്പിംഗ്, നിനക്ക് എവിടെയാ പോകേണ്ടത്, എന്താ വേണ്ടത്, അത് എന്നോട് പറ, ഞാൻ മേടിച്ചു തരാം, അല്ലാതെ നീ ഷോപ്പിങ്ങിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അച്ഛാ എനിക്ക് ഷോപ്പിങ്ങിന് പോയേ പറ്റൂ, ഇതെന്താ അച്ഛാ ഇത്, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം നോക്കി മേടിക്കാൻ ഞാൻ പോകണ്ടേ, നിന്നോട് വേണ്ടാന്ന് പറഞ്ഞില്ലേ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യോ, പോകുകയാണെങ്കിൽ അലീനയും കൂടെ കൂട്ടിക്കോ. ഏയ് പിന്നെ അവളൊന്നും കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓഹോ, അപ്പൊ അലീനയെ കൂട്ടാൻ പറ്റത്തില്ല, എങ്കിൽ നീ പോകണ്ട. അച്ഛ എന്താ അച്ഛാ ഇത്, എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ബബിത ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയാ, എന്നെ വെളിയിൽ വിടത്തില്ല, എന്താ എനിക്കിന്ന് വെളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ദേഷ്യം. ഏതായാലും ഈ ദേഷ്യപ്പെടൽ നമ്മുടെ അലീന കണ്ടിട്ട് എന്തു പറ്റി, എന്താ നീ ദേഷ്യപ്പെട്ടത്? ആ അതൊന്നുമില്ല, അല്ല എന്തോ ഉണ്ടല്ലോ, അല്ല അച്ഛനെ ഞാൻ ഫോൺ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, അച്ഛനൊക്കെ വിളിക്കുന്നത് കേട്ടു, അല്ല ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നോട് പറയണമെന്നുണ്ടോ? എന്നോട് പറയണമെന്നുണ്ടെന്ന് കൂട്ടിക്കോ, എന്താ പറ്റിയത്? അത് പിന്നെ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനായിരുന്നു, പക്ഷെ ആ അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ സമ്മതിക്കുന്നില്ലെന്നോ? നീ അച്ഛനോട് ദേഷ്യപ്പെട്ടോ? ആ ഞാൻ ദേഷ്യപ്പെട്ടു. എന്തിനാ ബബിത മോളെ എന്തിനും ഏതിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്റെ മനസ്സിൽ എന്താ ഇത്ര വാശിയും വൈരാഗ്യവും ഒക്കെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൃഷ്ണമോളുടെ അടുത്ത് വെച്ച് ചുമ്മാ പറഞ്ഞൊന്നുമല്ല, നമ്മുടെ അച്ഛനല്ലേ, അച്ഛനോട് എന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? അച്ഛനോട് സൗമ്യതയായിട്ട് ഞാൻ പൊക്കോട്ടെ അച്ഛാ എന്ന് ഒന്ന് പതുക്കെ പതിയ സ്വരത്തിൽ ഒന്ന് ചോദിച്ചു നോക്ക്, അച്ഛൻ വിടും, അത് ഉറപ്പാ. ഈ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും തിരിച്ച് ദേഷ്യപ്പെട്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത ഒന്ന് ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാനും കുറച്ച് ഷൗട്ട് ചെയ്താണല്ലോ അച്ഛനോട് സംസാരിച്ചത്, അച്ഛനോട് അങ്ങനെ ആയിരുന്നു സംസാരിക്കേണ്ടെന്ന് സ്വയമേ തോന്നുക, പക്ഷെ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ ബബിത തയ്യാറാവുന്നില്ല. ബബിത പറഞ്ഞു, ദേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ നിന്നോട് സംസാരിക്കാനില്ല, ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കുകയാണ്. അപ്പൊ ബാലചന്ദ്രൻ വിളിക്കുന്നത് കേട്ട ഉടനെ തന്നെ അലീന, ദേ അച്ഛനാ വിളിക്കുന്നത്, നീ ഫോൺ എടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനാ വിളിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഷോ നീ നിന്റെ വാശിയൊക്കെ മാറ്റി വെക്ക്, ചിലപ്പോ അച്ഛൻ ഇപ്പം വിളിക്കുന്നതേ നിന്നോട് പൊക്കോളാൻ പറയാൻ വേണ്ടി ആയിരിക്കും, നീ അപ്പം അച്ഛനോട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശരിയാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബബിതയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് ബബിതയുടെ സ്വഭാവം അത്രയ്ക്ക് ശരിയല്ല, ബബിതയ്ക്ക് കുറച്ച് സോഫ്റ്റ് ആകാന്നൊക്കെ. അങ്ങനെ പതിയെ എന്ത് ചെയ്തു, നമ്മുടെ ബബിത ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. അല്ല ഫോൺ എടുത്തിട്ട് എന്താ അച്ഛാ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ നീ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, വേണമെങ്കിൽ നീ പൊക്കോ, ഇനിയിപ്പൊ അലീനയെ കൂട്ടാൻ ഇഷ്ടമല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, കൃഷ്ണമോളെയും കൂട്ടി പൊക്കോ. ഞാൻ പൊക്കോളാം അച്ഛാ. അല്ല നിനക്ക് പൈസ എന്തെങ്കിലും വേണോ? ഏയ് എനിക്ക് പൈസ ഒന്നും വേണ്ടച്ചാ, എന്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പൊക്കോളാം. അല്ല നിനക്ക് എന്ത് മേടിക്കാനാ? അത് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിക്കാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, പിന്നെ പഠനത്തിന് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അച്ഛാ. എന്നാ പിന്നെ നീ പോയിട്ട് വാ, പോകുമ്പം സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബബിത സോറി അച്ഛ എന്ന് നമ്മുടെ ബാലചന്ദ്രനോട് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെയായി പോയിട്ടോ. കാരണം ബബിതയുടെ വായിൽ നിന്നൊരു സോറി വീഴാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപൂർവമായിട്ടുള്ള സംഭവമാണ്. ഈ ആലിപ്പഴം ഒക്കെ മഴയത്ത് വീഴുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. നമ്മുടെ ബാലചന്ദ്രനും അതെ, സോറിയോ, എന്തിനാ മോളെ നീ സോറി പറയുന്നത്? അല്ല നേരത്തെ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ അച്ഛനോട് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചില്ലേ, അത് സോറി അച്ഛ, ഞാൻ എൻ്റെ ഈ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അലീന അവിടെ മറഞ്ഞു നിന്ന് തന്നെയാണ് ഇതൊക്കെ കേട്ടത്. ഏതായാലും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. താൻ ഇവിടുന്ന് പോകുമ്പോൾ ബാലചന്ദ്രന് തന്റെ മക്കളെ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടാണല്ലോ പോകുന്നത്, അച്ഛനെ സ്നേഹിക്കുന്ന മക്കളെ കൊടുത്തിട്ടാണല്ലോ പോകുന്നത്, അതിനെനിക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു ആനന്ദ കണ്ണീരോട് കൂടി തന്നെയാണ് കിച്ചണിലേക്ക് നമ്മുടെ അലീന പോകുന്നത്. ഈ സമയത്ത് ബബിതയാണെങ്കിൽ, എടി കൃഷ്ണമോളെ ബാ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഒരു ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പോ, ഷോപ്പിങ്ങോ? ഏയ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനൊന്നും വരുന്നില്ല, നീ വന്നേ പറ്റൂ, അച്ഛൻ പറഞ്ഞു നിന്നെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാന്. ഓ പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല, ഞാൻ ഷോപ്പിങ്ങിനൊന്നും വരുന്നില്ല, എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. എടി കൃഷ്ണൻ നീ ഒന്ന് വാടി, എന്ത് മേടിക്കാനാ? അല്ല ഞാൻ വന്നാലേ എനിക്ക് എന്ത് മേടിച്ചു തരും? നിനക്ക് എന്താ വേണ്ടത്, ഞാൻ അതൊക്കെ നിനക്ക് മേടിച്ചു തരാം, നീ എന്റെ കൂടെ ഒന്ന് വാ. ഓ പതിവില്ലാത്തൊരു ഷോപ്പിംഗ്, എന്ത് പറ്റി ഇപ്പൊ ഒരു ഷോപ്പിംഗ് ഒക്കെ? അതൊക്കെ ഞാൻ പറയാം, നീ എന്റെ കൂടെ വാന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെയും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ആര്?
നമ്മുടെ ബബിത. ഏതായാലും ബബിത ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കൈ നിറയെ കുറേ കവറുകളൊക്കെ ആയിട്ടാട്ടോ നമ്മുടെ ബബിത വരുന്നത്. ഏതായാലും കൃഷ്ണമോളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ടും ചിരിക്കുന്നു. അങ്ങനെ ഡോറ് വന്ന് തുറന്നു. നമ്മുടെ അലീന ഇവര് കോളിംഗ് ബെൽ അടിച്ചപ്പം എന്നിട്ട് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാന് ഒരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു, ഇതാ പിടിക്ക്, ഇത് തനിക്കുള്ളതാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കുള്ളതോ? അപ്പം കൃഷ്ണ പറഞ്ഞു, കോളടിച്ചല്ലോ പെണ്ണിന്, ഇത് എന്താന്നേ തുറന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനയ്ക്ക് വല്ലാണ്ട് കണ്ണൊക്കെ അങ്ങ് നിറയാണ് കേട്ടോ. ബബിത കുറെ സാധനം മേടിച്ച് കുറെ ടെക്സ്റ്റൈൽസിന്റെ കൂടാണ് ഇത് നമ്മുടെ അലീനയ്ക്ക് കൊണ്ട് കൊടുക്കാണ്. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, എന്താണെന്ന് അറിയാമോ ഇത്? ഇതേ പശ്ചാത്താപത്തിന്റെ ഫലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പണ്ടേ കുറെ ഡ്രസ്സ് ഇവിടെ എലി കരണ്ടായിരുന്നല്ലോ, ഒരു ബബിതായലി. ആ ബബിതായലി ഡ്രസ്സ് കറണ്ടില്ലേ കുറെ നശിപ്പിച്ചില്ലേ, അതിന് പകരം വീട്ടുന്നതാ. അതിന് പകരമായിട്ട് പുതിയ കുറെ ഡ്രസ്സ് ഉണ്ട്. ഇത് മൊത്തം 10,000-15,000 രൂപയുടെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ടേ പുള്ളിക്കാരിക്ക് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കള്ളിയാട്ടോ, നമ്മളോട് പറയാതെ സേവിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്നാ ഇതൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന, എന്താ മോളെ ഇത്? എനിക്കോ ഇത്രയും ഡ്രസ്സോ? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ബബിത ചേച്ചിയോട് എനിക്ക് ചെറിയൊരു ബഹുമാനമൊക്കെ തോന്നിയത് ഇപ്പോഴാ. ബബിത ചേച്ചി മേടിച്ചിരിക്കുന്നതേ ചെറിയ വിലയുടെ ഡ്രസ്സൊന്നും അല്ല. ഒരു ചുരിദാറിന് 2,000 രൂപ, 4,000 രൂപ, അങ്ങനെ പല വിലയുടെയാ. അതുപോലെ എല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഈ 1-2 വർഷത്തേന് ചേച്ചിക്ക് ഡ്രസ്സേ എടുക്കണ്ട. ചേച്ചിക്ക് ഇന്നർ വെയേഴ്സും എല്ലാം ഉണ്ട്. പിന്നെ പൗഡർ, ചീപ്പ്, ചേച്ചിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഏതായാലും ബബിത ചേച്ചി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അലീന, മോളെ ബബിതേ, ഇതിന്റെ ഒന്നും ആവശ്യം, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഞാനല്ലേ തന്റെ ഡ്രസ്സൊക്കെ ഒരു ദിവസം കത്രയും കൊണ്ട് മുറിച്ചൊക്കെ കളഞ്ഞത്, അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ മേടിച്ചത്. അല്ലാതെ സ്നേഹത്തിന്റെ പുറത്തല്ലെന്നല്ലേ ബബിത നീ പറയുന്നത്? അല്ലാതെ സ്നേഹത്തിന്റെ പുറത്തൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ, ദേ വെറുതെ ആട്ടോ, ഇത് സ്നേഹത്തിന്റെ പുറത്ത് തന്നെ മേടിച്ചതാ. അലീന ചേച്ചി പോകുന്നതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടം ബബിത ചേച്ചിക്കാന്നാ തോന്നുന്നത്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, മോളെ ബബിതെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് നീ തുണി മേടിച്ചു തന്നതുകൊണ്ടൊന്നും അല്ല. നീ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകണം. നീ ഇന്ന് അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുപോലെ വേണം ഇനി എല്ലാവരോടും പെരുമാറാനായിട്ട്. പിന്നെ ഇതിന്റെ ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചതല്ലേ, ഇതിടാൻ പറ്റുമോ? ഏതോ ഇടാൻ പറ്റത്തില്ലേ? ഏതായാലും ഞാൻ മേടിക്കുന്നൊന്നും ഇഷ്ടമില്ലായിരിക്കും. കൃഷ്ണ മേടിക്കുന്നതായിരിക്കുമല്ലോ ഇഷ്ടം. കൃഷ്ണയും അച്ഛനും മേടിച്ചു തരുന്നത് നിങ്ങൾ ഇട്ടാ മതി. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇട്ടോളാമേ എന്ന് അലീന പറഞ്ഞു കേട്ടോ. ഏതായാലും ബബിത ഇത്രവും പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയപ്പം കൃഷ്ണ പറഞ്ഞു, ഇതൊക്കെ എടുക്കാൻ നേരത്ത് ബബിത ചേച്ചിയുടെ മുഖത്ത് എന്ത് സന്തോഷമായിരുന്നെന്ന് അറിയാമോ? ആ ടെക്സ്റ്റൈൽസിൽ നിന്നപ്പോ കാണണമായിരുന്നു എല്ലാം സെലക്ട് ചെയ്ത് നല്ല തുണി നോക്കി എടുത്തത്. ഇതെല്ലാം വൈകിട്ടൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. എല്ലാം ഇട്ട് ഒന്ന് റൗണ്ട് അടിച്ച് ഞങ്ങളെ കാണിക്കണം. പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രനും വന്നു കേട്ടോ. ബാലചന്ദ്രൻ വന്നിട്ട് എന്തു പറ്റി? കുറെ കൂടും കവറൊക്കെ ആയിട്ട്. അത് പിന്നെ നമ്മുടെ ബബിതേച്ചിയില്ലേ, അലീന ചേച്ചിക്ക് കുറെ ഡ്രസ്സ് എടുത്തു വെച്ചാ. അപ്പൊ അവള് എന്നോട് ഷോപ്പിങ്ങിന് പോകുന്നെന്ന് പറഞ്ഞ ഇതിനായിരുന്നോ? അതെ കുറെ ഡ്രസ്സ്. അതെ, അന്നേ എലി വെട്ടിയതാന്ന് പറഞ്ഞ് കുറെ അത്രയും കൊണ്ട് മുറിച്ചു കളഞ്ഞില്ലേ, അതിന് പകരമായിട്ട് മേടിച്ചു കൊടുത്താന്നാ തോന്നുന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, പുള്ളിക്കാരിയുടെ കയ്യിൽ സേവിങ്സ് ഒക്കെ ഉണ്ട്. 10,000-15,000 രൂപയ്ക്കാ ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളി ഡ്രസ്സാ എന്ന് പറയാണ്. അപ്പൊ അലീനയോട് ചോദിച്ചു, അല്ല നിനക്ക് ഇഷ്ടായോ? അത് പിന്നെ അച്ഛാ ഞാനിത് തുറന്നൊന്നും നോക്കാൻ നിന്നില്ല. അല്ല നീ പോകുന്ന കാര്യം എന്തായി? അത് നാളെ പോണ എറണാകുളത്തേക്ക് ഞാനും അതുപോലെ രോഹിത്തും കൂടെ പോകാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ന് വരും? ഒരാഴ്ച ഇവിടെ നിൽക്കണോ? അത് പിന്നെ അവിടെ ജോലിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാലോ അച്ഛാ. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തിരക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്കുള്ള ജോലി ഞാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അവിടെ ഒന്ന് പോയി അന്വേഷിക്കാലോ. അച്ഛൻ അന്വേഷിച്ചോ? നല്ല ജോലി ഏതാന്ന് വെച്ചാൽ അതിന് കേറാലോ. എന്നാ പിന്നെ രോഹിത്തിനെയും കൂട്ടി രാവിലെ തന്നെ പോവോ? അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, അതെ ഞാനും വരികയാണ് കേട്ടോ, എന്നെ കൊണ്ടുപോകണം. എന്നെ അങ്ങോട്ടേക്ക് എറണാകുളത്തിന് ഒരു ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞാലേ, എന്നിട്ട് എന്നെ ഇതുവരെ കൊണ്ടുപോയില്ലല്ലോ. എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അലീന ചേച്ചി എന്നെ കൊണ്ടുപോകാതിരിക്കുന്നേ. അത് പിന്നെ വേറൊന്നുമല്ല, നീയും കൂടെ വന്നു കഴിഞ്ഞാലേ ഇവിടെ ബബിത തന്നെയല്ലേ ഉള്ളൂ മോളെ. വൈകിട്ടല്ലേ അച്ഛൻ വരുന്നത്, അതുവരെ ബബിത തന്നെ ഇരിക്കണ്ടേ. അതൊന്നും പറഞ്ഞാൽ ശരിയാവൂല, ഞാനും വരിക. അപ്പൊ ബബിത റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അതെ എനിക്കിവിടെ ആരും കൂട്ടിരിക്കുമെന്ന് വേണ്ട, ഞാനിവിടെ തന്നെ ഇരുന്നോളാം. അപ്പം അലീന പറഞ്ഞു, അത് ശരിയാവില്ല മോളെ,
ഒന്നെങ്കിൽ ഞാൻ നിങ്ങളെ 3 പേരെയും കൊണ്ടുപോകണമായിരുന്നു. അതിപ്പോ 3 പേരെയും കൊണ്ടുപോകാൻ നടക്കത്തില്ല, അച്ഛനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം പോകുമ്പോൾ രോഹിത്തിനെ കൊണ്ടുപോകാം. ഇനി ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കുവേ തിരിച്ചു വരുമല്ലോ. വരുന്ന ഒരു ദിവസം കൃഷ്ണമോളെ നിന്നെ കൊണ്ടുപോകാം. വേണ്ട ലീന ചേച്ചി, എനിക്കും വരണം, കഷ്ടമുണ്ട് കേട്ടോ. ഞാനും അവിടെ എല്ലാവരെയും കാണാന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുകയല്ലായിരുന്നോ. അതൊക്കെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി കാണിക്കാമേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന രണ്ടും കൽപ്പിച്ചാണ്. അങ്ങനെ നമ്മുടെ ബബിത കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മുടെ ബബിതയ്ക്ക് എന്താ പറയാ, അലീനോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി കഥയുമായിട്ട് നാളെ വരാമേ. എന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇനി അപ്കമിങ് വിശേഷം എന്നും ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.